നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്ന കുറച്ച് സാധനങ്ങൾ കൊണ്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന വളരെ യൂസ്ഫുൾ ആയ കുറച്ച് ടിപ്പുകളാണ് ട്ടോ ഞാനിന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. ബ്രഷ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂത്ത് പേസ്റ്റ് കൊണ്ട് നമുക്ക് വീട്ടിൽ ഉപയോഗിച്ച് പഴയതായി തോന്നുന്ന ഗ്ലാസ്സുകൾ, മിക്സിയുടെ ജാറ്, മിക്സി ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? കൂടെ തന്നെ കുറച്ച് കിച്ചൺ ടിപ്സും കൂടി ഉണ്ട്. അപ്പോൾ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടൊന്ന് കണ്ടേക്കണേ. എന്നാൽ നമുക്ക് വീഡിയോയിലോട്ട് പോവാട്ടോ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ടിപ്പ് എന്താന്ന് വെച്ചാലേ, ദിവസവും ചായയും കാപ്പിയും കുടിക്കുന്ന ഗ്ലാസ്സുകളിൽ കുറച്ച് കാലം കഴിഞ്ഞാൽ ചായയുടെ കറയും അടിയിൽ പിടിച്ചിരിക്കുന്ന പാടുകളൊക്കെ വരാറുണ്ടല്ലോ. അതുപോലെ തന്നെ ചില ഗ്ലാസ്സുകൾ ഉപയോഗിക്കാതെ കുറച്ച് നാൾ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഷൈനിങ് ഒക്കെ നഷ്ടപ്പെട്ടിട്ട് പഴയ ഗ്ലാസ് പോലെ ആവൂലേ. അപ്പോൾ ഇതൊക്കെ നമുക്ക് പുതിയ ഗ്ലാസ് പോലെ ആക്കിയെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് ട്ടോ ഞാനിന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഈ സൊല്യൂഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോൾഗേറ്റ് ആണ് ട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ വെള്ള നിറത്തിലുള്ള ടൂത്ത് പേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുതേ. അപ്പോൾ ഞാൻ കുറച്ച് ഗോൾഗേറ്റ് ഈ ഒരു പാത്രത്തിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വേണ്ടത് നമുക്ക് സിന്തറ്റിക് വിനേഗറാണ് കേട്ടോ. അതായത് നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന അച്ചാറിനൊക്കെ ഉപയോഗിക്കുന്ന വിനേഗർ ഇല്ലേ, അതാണ് കേട്ടോ നമുക്ക് വേണ്ടത്. അത് ഞാനൊരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഞാനിതിലേക്ക് സബീന പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങളുടെ അടുത്ത് ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ഉപയോഗിക്കുന്ന ഏത് ഡിഷ് വാഷ് ഡിറ്റർജൻറ്റും നമുക്ക് ഇതിലോട്ട് ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് നല്ലപോലെ നമുക്ക് എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവേ. ഇപ്പം ഞാൻ നല്ലപോലെ ഇവിടെ യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഈ സൊല്യൂഷൻ ഉപയോഗിച്ച് ആദ്യം നമ്മൾ ക്ലീൻ ചെയ്തെടുക്കാൻ പോകുന്നത് ഗ്ലാസ് ആണ് കേട്ടോ. ആദ്യം തന്നെ നമുക്ക് ഗ്ലാസ്സൊക്കെ ഒന്ന് സാദാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ തയ്യാറാക്കിയ സൊല്യൂഷൻ ഉപയോഗിച്ച് ഗ്ലാസ്സൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാം. ക്ലീൻ ചെയ്യുന്ന ടൈമിൽ പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണേ, ഗ്ലാസ്സിൽ സ്ക്രാച്ച് വരാൻ സാധ്യതയുള്ള കമ്പി പോലുള്ള സ്ക്രബ്ബറുകളൊന്നും ഉപയോഗിക്കരുത് കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സ്ക്രബ്ബർ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. ഇനി സോഫ്റ്റ് സ്ക്രബ്ബർ ഉപയോഗിച്ച് ഗ്ലാസിൻ്റെ പുറത്തും അകത്തും നല്ല പോലെ നമുക്കൊന്ന് തേച്ചരച്ച് കൊടുക്കാം കേട്ടോ. ആ ചായയുടെ കറയുള്ള ഭാഗത്തൊക്കെ ആ അടിഭാഗത്തൊക്കെ നല്ല പോലെ നമുക്കൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ഓരോ സാധനങ്ങളും നമ്മുടെ ഗ്ലാസ്സിന് നല്ല തിളക്കവും അതുപോലെ തന്നെ നല്ല ഷൈനിങ്ങും തന്നതാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ ഗ്ലാസ് എല്ലാം നല്ലപോലെ തേച്ചൊരച്ച് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സാദാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. കഴുകിയെടുത്തതിന് ശേഷം നോക്കൂ, ഗ്ലാസിൻ്റെ ആ പഴയ ഡൾ ലുക്കൊക്കെ അങ്ങ് മാറിയിട്ട് നല്ല ക്ലീനായിട്ടും അതുപോലെ തന്നെ നല്ല തിളക്കത്തോടു കൂടിയും കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഈ ഗ്ലാസ് കണ്ട ആരെങ്കിലും പറയുമോ നമ്മൾ ഇത്രയും നാളും ഉപയോഗിച്ചിരുന്ന ഗ്ലാസ് ആണെന്ന്? അത്രയും നല്ല തിളക്കത്തോടു കൂടിയാണ് കേട്ടോ നമുക്ക് നമ്മുടെ ഗ്ലാസ് കിട്ടിയിരിക്കുന്നത്. കടയിൽ നിന്നൊക്കെ വാങ്ങിയ നല്ല പുതുപുത്തൻ ഗ്ലാസ് പോലെയായി നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ടിപ്പും കൂടി ഒന്ന് ചെയ്തു നോക്കാനായിട്ട് മറന്നു പോകരുതേ. അപ്പോൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെ തന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനുമായിട്ട് മറന്നു പോകരുതേ. ഇനി നമ്മുടെ രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത്, ഈ സെയിം സൊല്യൂഷൻ വച്ചിട്ട് നമുക്ക് മിക്സിയും മിക്സിയുടെ ജാറും ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. എത്രത്തോളം ഇത് ക്ലീൻ ആവുന്നുണ്ടെന്ന് നിങ്ങൾക്ക് ലൈവായിട്ട് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ദാ ഞാനൊരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് നമ്മുടെ സൊല്യൂഷനിലൊന്ന് മുക്കിയെടുത്തതിന് ശേഷം നമ്മുടെ മിക്സിയുടെ ആ സൈഡിലൊക്കെ, അതായത് നമ്മുടെ കൈ എത്തിപ്പെടാത്ത ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ ഒന്ന് നല്ല പോലെ തേച്ചൊരച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. മിക്സിയുടെ ജാറ് നമ്മൾ ദിവസവും ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ അടിഭാഗത്തും ബ്ലേഡിൻ്റെ ചുറ്റിലും സൈഡുകളിലും ഒക്കെ ഒരു കറുത്ത എണ്ണമഴുക്ക് പോലെ നമ്മൾ കാണാറില്ലേ, അതൊക്കെ പോയി കിട്ടാൻ അടിപൊളിയാണ് കേട്ടോ നമ്മുടെ ഈ സൊല്യൂഷന്. അപ്പോൾ ഈ ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നല്ല പോലെ നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് തേച്ചൊരച്ച് കൊടുക്കാം കേട്ടോ. ഇനി മിക്സിയുടെ ജാറിൻ്റെ അടിഭാഗം ഒരു സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് കേട്ടോ ഞാൻ കഴുകിയെടുക്കുന്നത്. ബ്രഷ് ഉപയോഗിച്ച് കഴുകാൻ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു സോഫ്റ്റ് സ്ക്രബ്ബർ ഉപയോഗിച്ചാണ് കേട്ടോ കഴുകുന്നത്. ഈ ഭാഗത്ത് എപ്പോഴും കറുത്ത കറുത്ത പാടുകളും അതുപോലെ തന്നെ നല്ല എണ്ണമൊഴുക്കും കാണാറുണ്ട്. അപ്പോൾ നമ്മുടെ സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകിയാൽ നല്ല അടിപൊളിയായിട്ട് ക്ലീൻ ചെയ്യും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്ലേഡിൻ്റെ ഭാഗത്തൊക്കെ കൈ നേരിട്ട് വെച്ച് കഴുകുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. എന്നിട്ട് നമുക്കിതൊന്ന് സാദാ വെള്ളത്തിലൊന്ന് കഴുകിയെടുക്കാം കേട്ടോ. ദാ നിങ്ങൾ ലൈവായിട്ട് കാണുന്നില്ലേ നമ്മുടെ മിക്സിയുടെ ജാറിന് എത്ര മാറ്റം വന്നിട്ടുണ്ടെന്ന്? അത്രയും തിളക്കത്തോടു കൂടിയാണ് കേട്ടോ നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഈ ടിപ്പ് എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ദാ നമ്മുടെ മിക്സിയുടെ ജാറ് നല്ല പോലെ ക്ലീനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതേ സൊല്യൂഷൻ വച്ചിട്ട് നമ്മുടെ മിക്സി എങ്ങനെയാണ് ക്ലീൻ ചെയ്യുന്നതെന്ന് നോക്കിയിട്ട് വരാം കേട്ടോ.
അതിനായിട്ട് ഞാനിവിടെ നൈസായിട്ടുള്ള ഒരു തുണി എടുത്തിട്ടുണ്ട്. നൈസായിട്ടുള്ള തുണിയായാലും അല്ലെങ്കിൽ ഒരു സ്പോഞ്ച് പോലത്തെ തുണിയാണെങ്കിലും എടുക്കാം ട്ടോ. എന്നിട്ട് നമ്മുടെ ഈ സൊല്യൂഷനിൽ ഒന്ന് മുക്കിയതിന് ശേഷം നല്ലപോലെ പിഴിഞ്ഞെടുക്കുക. തീരെ വെള്ളം പാടില്ല ട്ടോ. എന്നിട്ട് നല്ലപോലെ ഒന്ന് തേച്ചൊരച്ച് കൊടുക്കുക ട്ടോ. അതുപോലെ തന്നെ ഈ ചെറിയ ഭാഗങ്ങളിലൊക്കെ തേച്ചൊരയ്ക്കാനായിട്ട് തുണി കൊണ്ട് പറ്റൂല. അപ്പോൾ നമ്മൾ ഉപയോഗിക്കാത്ത ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് അതിൻ്റെ ആ സൈഡിലൊക്കെ നല്ലപോലെ ഒന്ന് ഉരച്ച് കൊടുക്കുക ട്ടോ. ആ ചെളിയിരിക്കണ ഭാഗങ്ങളുടെ സൈഡിലൊക്കെ നമുക്ക് ടൂത്ത് ബ്രഷ് വെച്ചിട്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് ഉരച്ച് കൊടുക്കുക ട്ടോ. എത്ര വലിയ കറകളാണെങ്കിലും നമ്മുടെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് നമുക്ക് ക്ലീൻ ചെയ്യാൻ പറ്റും. അത് ഞാൻ നിങ്ങൾക്ക് ഇവിടെ ലൈവായിട്ട് തന്നെ കാണിച്ചു തരാം. ഈ മിക്സിമേൽ എത്ര ചെളി ഉണ്ടായിരുന്നെന്നുള്ളത് നിങ്ങൾക്കറിയാം. ദാ കണ്ടോ നമ്മൾ ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മുടെ മിക്സി എത്രമാത്രം ക്ലീൻ ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അടിപൊളി ടിപ്പാണ്. ഇതും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ചുവന്നുള്ളി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത്. ചുവന്നുള്ളിയുടെ രണ്ട് ഭാഗത്തും ഇതുപോലെ പേസ്റ്റ് തേച്ച് കൊടുക്കുക കേട്ടോ. വൈറ്റ് പേസ്റ്റ് തന്നെ തേച്ച് കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണേ. തേച്ച് കൊടുത്തതിന് ശേഷം നമ്മൾ ഒരു പിന്ന് ഉപയോഗിച്ച് ഇതൊന്ന് പിൻ ചെയ്തെടുക്കുക കേട്ടോ. ഇപ്പം മഴക്കാലമൊക്കെ ആയതുകൊണ്ട് നമ്മുടെ വീടുകളിൽ നല്ലപോലെ ഈച്ച ശല്യം ഉണ്ടാവും. അതുപോലെ ഈച്ച, കായീച്ച, അങ്ങനത്തെ ഈച്ച ശല്യം നല്ലപോലെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഉള്ളി ഇങ്ങനെ ചെയ്ത് വെച്ച് കൊടുത്താൽ മതി. അതുപോലെ തന്നെ ഫ്രൂട്ട്സൊക്കെ വെക്കണ സ്ഥലത്തും ഫ്രൂട്ട്സ് നമ്മൾ ഇട്ട് വെക്കണ ആ കൊട്ടയിലുമൊക്കെ ഇതേപോലെ ചെറിയ ഉള്ളി പേസ്റ്റ് തേച്ച് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നല്ല പോലെ ഈച്ചയുടെ ശല്യം കുറഞ്ഞു കിട്ടും കേട്ടോ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഇപ്പോൾ മഴ സീസണൊക്കെ അല്ലേ, അപ്പോൾ പ്രതിരോധശേഷി കൂടാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ നമ്മുടെ തൈറോയിഡ്, പ്രമേഹം ഇതെല്ലാം കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഉള്ളം കയ്യിൽ കുറച്ച് മഞ്ഞൾപ്പൊടി എടുക്കാം കേട്ടോ, കൂടുതലൊന്നും വേണ്ട. എന്നിട്ട് നല്ല പശുവിൻ നെയ്യും കൂടി ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നല്ല പോലെ മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു 2 മിനിറ്റോളം മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം നമ്മൾ രാവിലെ എണീക്കുമ്പോൾ വെറും വയറ്റിൽ തന്നെ ാണെങ്കിൽ പ്രതിരോധശേഷി കൂട്ടാനും അതുപോലെ തന്നെ നമുക്ക് തൈറോയിഡ് കുറയ്ക്കാനും ഷുഗർ കുറയ്ക്കാനും ഒക്കെ കഴിയും കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ ടിപ്പും കൂടി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമ്മുടെ അടുത്ത ടിപ്പ് എന്ന് പറയണത് ഇതുപോലത്തെ ഒരു ഡിസ്പോസിബിളിൻ്റെ ഒരു ടിന്നെടുക്കുക. അതിലേക്ക് ഒരു 2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കുക. ചതച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ കുറച്ചും കൂടി എഫക്റ്റീവ്. ഞാനിപ്പോൾ ചതച്ചിട്ടില്ല, സാധാ പോലെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി അതിലേക്ക് ഒരടപ്പ് കംഫർട്ട് ഒഴിച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 4 കർപ്പൂരവും കൂടി പൊടിച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടിത് നല്ല പോലെ ഒന്ന് യോജിപ്പിച്ചെടുക്കണേ. ഈ കംഫർട്ടിൻ്റെ ഈ ഒരു സൊല്യൂഷൻ നമ്മൾ കിച്ചണിലൊക്കെ വയ്ക്കുകയാണെങ്കിൽ കിച്ചണിൽ നല്ല ഒരു ഫ്രഷ്നെസ് സുഗന്ധം ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഈ ഇറച്ചിയും മീനൊക്കെ കഴുകിയതിന് ശേഷം അതിൻ്റെയൊക്കെ ഒരു ഉളുമ്പ് മണം ഉണ്ടാവും. അതൊക്കെ പോകാൻ വേണ്ടിയിട്ട് നല്ലൊരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ ഇത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ടിപ്പുകളൊക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസ് ആയിട്ട് അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ കടുക് നിങ്ങൾക്കറിയാലോ, കടുക് എന്ന് പറയണത് ബാഡ് സ്മെല്ലെല്ലാം വലിച്ചെടുക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ഈ സാധനമാണ് കേട്ടോ കടുക്.